പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനത്തോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, ഈ പ്രഭാതത്തിൽ അങ്ങയുടെ നാമം വിളിച്ച് അപേക്ഷിക്കുന്നു. അങ്ങയുടെ നാമം വിളിച്ച് അപേക്ഷിക്കുന്ന ഒരു മകൻ പോലും ഒരു മകൾ പോലും കർത്താവ് ലജ്ജിക്കാൻ ഇടയാക്കില്ല എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ തിരിച്ചുവരെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നിന്റെ തിരുവിലാല മുറിവിനെ ഞങ്ങൾ ഈ പ്രഭാതത്തിൽ കുമ്പിട്ട് ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങൾക്ക് വേണ്ടി തിരുവിലാൽ മുറിവേറ്റവനെ, കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി മുൾക്കിട ചൂടിയവനെ, കർത്താവേ, നിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഈ ഭാരപ്പെട്ട മക്കള്, കർത്താവേ, ഇന്ന് ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, അധ്വാനിക്കുന്നതിനും ഭാരം വഹിക്കുന്നതിൻ്റെയൊക്കെ വരിക ഞങ്ങളെ ആശ്വസിപ്പിക്കാൻ നടത്തിയ കർത്താവേ, നിന്റെ ആശ്വാസം അക്ഷരാർത്ഥത്തിൽ ഈ പ്രാർത്ഥന കൊണ്ട് ഞങ്ങളുടെ മക്കളെ അനുഭവിക്കാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. ഏത് കാര്യത്തിന് വേണ്ടിയാണോ, ഏത് കാര്യത്തിന് വേണ്ടി അങ്ങനെ മക്കൾ ഇപ്പോഴും ഭാരപ്പെട്ടിരിക്കുന്നത്, ആ വിഷയത്തിൽ കർത്താവേ ഇന്ന് രാത്രി 7 മണിക്കുള്ളിൽ ഒരു പരിഹാരം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ സാമ്പത്തിക വിഷയമാകാം, കോടതി കേസാകാം, വസ്തു വിൽപ്പനയോ വാങ്ങലോ ആകാം, അല്ലെങ്കിൽ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കത്താകാം, അല്ലെങ്കിൽ ഒരു ഇമെയിലാകാം, അല്ലെങ്കിൽ ഒരു അനുവാദമാകാം. എന്താണ് ഈശോ തടഞ്ഞു നിർത്തിയിരിക്കുന്നത്? ആ തടസ്സമെല്ലാം 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥത്തിലെ ഈശോ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. രോഗികള്, പീഡിതര്, മനപ്രയാസമുള്ളവര്, കുടുംബം തകർന്നുകൊണ്ടിരിക്കുന്നവര്, മക്കളോർത്ത് വേദി കൊള്ളുന്നവര്, വീടില്ലാത്തവര്, വഴിയില്ലാത്തവര്, കർത്താവ്, അവർക്കെല്ലാം കർത്താവേ നിന്റെ സാധ്യത നൽകിയ ഒരു പുതിയ വഴി അവരെ കൊണ്ട് തന്നെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി കർത്താവ് നീ അവരെ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. സമീപസ്ഥരും വിദൂരസ്ഥരുമായ മക്കള്, പല മക്കളുടെ ചില ഫോൺ വിളികൾക്ക് ശേഷം, ചില കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം അതുകൊണ്ട് വേദനിക്കുന്ന മാതാപിതാക്കന്മാരുടെ ദുഃഖങ്ങളെ കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, മക്കളില്ലാത്തവരെ, ഗർഭശിശുക്കൾക്ക് വൈകല്യം ഉണ്ടെന്ന് സ്കാനിങ് റിപ്പോർട്ട് വന്നവരെ, അവിടെ വയറിൽ കർത്താവ് നീ ഇപ്പം നിന്റെ തിരുവാർന്ന വലതുകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാത്ത ഉദരങ്ങളിൽ കർത്താവ് നിന്റെ കൈകൾ വെച്ചുകൊണ്ട് കർത്താവ് കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു.
പീഡിതരെ, സാമ്പത്തിക ബാധ്യത വിഷമിക്കുന്നവരെ, കേസ് അകപ്പെട്ടിരിക്കുന്നവരെ, ഭീഷണിക്ക് വന്നിരിക്കുന്നവരെ, ഓരോരുത്തരും ഡേറ്റ് പറഞ്ഞതിന് ശേഷം കർത്താവ് അത് പാലിക്കാൻ പറ്റാത്ത രീതിയിൽ വലിയ വിക്ഷോഭങ്ങളിലേക്കും പോകുന്നവർ, അതിൻ്റെ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവരെ കർത്താവിൻ്റെ കരുണ അവിടെ സ്ഥാപിക്കുകയും അതിനെല്ലാം അതിജീവിക്കാനുള്ള പുതിയ മാർഗങ്ങളെ കർത്താവ് കണ്ടുപിടിക്കുകയും കർത്താവ് ധൈര്യമായിരിക്കുക, ഞാൻ നിന്നോട് കൊണ്ടുവന്ന് അളിച്ച കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ ഇടയാകാൻ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നിന്റെ കുടുംബത്തെ ഞാൻ ഏൽപ്പിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ നിന്നെ ആശീർവദിക്കും. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമ്മൾ ചെയ്ത പരിശുദ്ധ മരിയൻ ഉടമ്പടി അതിൻ്റെ നിർവഹണ പ്രക്രിയയിൽ നമ്മൾ ഉപയോഗിക്കുന്ന സമീപനം എന്താണെന്നുള്ളത് വളരെ ശ്രദ്ധാർഹമായ ഒരു വിഷയമാണ്. സമീപനം എന്ന് പറഞ്ഞാൽ നമുക്ക് 2 ഹെഡ് ടു ടെയിൽ എന്നും പറഞ്ഞ് ഒരു സമീപനം എടുക്കാം. അതായത് തലത്തൊട്ട് വാലുവരെ, ഹെഡ് ടു ടെയിൽ. രണ്ടാമത്തത് ടെയിൽ ടു ഹെഡ് എന്ന് പറഞ്ഞ് വേറൊരു സമീപനം എടുക്കാം. വാല് തൊട്ട് അല്ലെങ്കിൽ വയറ് തൊട്ട് തല വരെ. അപ്പോൾ അത് ശരിക്കും ഉടമ്പടി വരുമ്പോൾ എങ്ങനെ വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഈ റിജക്ഷൻ റേറ്റ് കൂടുതലായിരിക്കും. ഈ ബെല്ലി ടു ഹെഡിലേക്ക് വന്നാൽ റിജക്ഷൻ റേറ്റ് കൂടുതലായിരിക്കും. അതിനകത്ത് നമ്മൾ ഹെഡ് ടു ടെയിൽ എന്ന് പറയുമ്പോൾ വാ തൊട്ട് വാല് വരെ വരുമ്പോൾ അത് നമുക്കറിയാം ഭക്ഷണം സഞ്ചരിക്കണ വഴിയാണ്. ഭക്ഷണം സഞ്ചരിക്കണത്, നമ്മൾ കഴിക്കണത്, ആഹാരം കഴിക്കണത് ബോഡി അക്സെപ്റ്റ് ചെയ്യല്ലേ വരണേ. അത് തലേന്ന് താഴേക്കാണ് പോരണത്, അക്സെപ്റ്റ് ചെയ്യുന്നത്. ഇനി റിജക്റ്റ് ചെയ്യണത് എന്താണ്? വയറിലേന്ന് വായിലോട്ട് വരും, ഛർദിലേ ഒക്കെ റിജക്ഷനാണ്. ആഹാരം റിജക്റ്റ് ചെയ്യണത് വായിലൂടെയും വയറിൽ നിന്ന് വായിലൂടെയും, ആഹാരം കഴിക്കുന്നത് വായിൽ നിന്ന് വയറിലൂടെയോ വയറിലേക്കുമാണ്. ഇത് തന്നെയാണ് അപ്രോച്ചിൻ്റെ ഒരു പ്രശ്നമുണ്ട്. റിജക്ഷൻ, ഛർദി എന്ന് പറഞ്ഞാൽ റിജക്ഷൻ അല്ല, ആഹാരം റിജക്റ്റ് ചെയ്യല്ലേ. ഇതുപോലെയാണ് നമ്മുടെ ഉടമ്പടിയിലും ഒരു സമീപനം വെച്ചാൽ ദൈവത്തിന് തല എന്ന് പറഞ്ഞ കാരണം ദൈവം. അപ്പം ദൈവത്തിന് പ്രാധാന്യം കൊടുത്ത് വേണം നമ്മൾ നമ്മുടെ ആവശ്യങ്ങളെക്കാൾ ഉപരി ദൈവത്തിന് പ്രാധാന്യം കൊടുത്ത് വേണം നമ്മൾ ഉടമ്പടി. കാര്യം ഉടമ്പടിയിലുള്ള എന്താണ്? അവൻ പറയുന്നത് പോലെ ചെയ്തു കൊള്ളാമെന്നല്ലേ. അപ്പം ചെയ്തു കൊള്ളാമെന്നുള്ളത് ചെയ്യണത് ആരാണ്? നമ്മളാണ്. പക്ഷെ ആദ്യം പറയുന്നത് എന്താണ്? അവനാണ് ആദ്യം. അപ്പം പ്രയോറിറ്റി ദൈവത്തിനാണ്. അവൻ പറയുന്ന പോലെ ചെയ്തു കൊള്ളാം. അപ്പം ചെയ്യണം നമ്മൾ, പ്രയോറിറ്റി ദൈവത്തിനാണ്. അപ്പം അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ആദ്യം നിങ്ങൾ, മത്തായി 6:33, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യം, അതാണ് ഹെഡ്, അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ അത് അക്സെപ്റ്റ് ചെയ്യണം. ഇനി ഇത് റിജക്റ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ആൾക്കാരെ അടയാളങ്ങൾ അന്വേഷിക്കും. അപ്പം റിജക്ഷൻ വരും. കർത്താവ് പറഞ്ഞില്ലേ, നിങ്ങളെ അടയാളങ്ങൾ കണ്ടത് കൊണ്ടാണ് എനിക്ക് മറ്റു സ്ഥലങ്ങളിലെയും പ്രസംഗിക്കേണ്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ അപ്പം വർദ്ധിപ്പിച്ച ദിവസം രാത്രി പകല് ആൾക്കാർ വന്നപ്പോൾ ആൾക്കാരെ റിജക്റ്റ് ചെയ്യണില്ലേ? യോഹന്നാൻ 6:26 സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്. അപ്പോൾ എന്നിട്ട് നമുക്ക് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാമെന്ന് പറയും. അവിടെയും എനിക്ക് പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു. നമുക്കൊരു ചെറിയൊരു സംഭവം കാണാം. അതായത് കർത്താവ് അടയാളങ്ങൾ ലഭിച്ച ആൾക്കാരുണ്ട്. രോഗം സുഖപ്പെടുത്തിയവർ, അപസ്മാര രോഗം സുഖപ്പെടുത്തിയവർ, പിശാച് ബാധിച്ച് മാറ്റിയവർ, ഇങ്ങനെ കുറേ അനുഗ്രഹാനുകൂല്യം ലഭിച്ച ആൾക്കാരെ വീണ്ടും കർത്താവ് തിരക്ക് വരും. അപ്പോൾ കർത്താവ് റിജക്റ്റ് ചെയ്യും.
അപ്പോൾ അതറിയണമെങ്കിൽ നമുക്ക് മർക്കോസിന്റെ 1:32-33-34 വായിക്കണം. അന്ന് വൈകുന്നേരം സൂര്യാസ്തമയമായപ്പോൾ രോഗികളും പിശാച് ബാധിതരുമായ എല്ലാവരെയും അവർ അവന്റെ അടുത്ത് കൊണ്ടുവന്നു. നഗരവാസികളെല്ലാം വാതിൽക്കൽ സമ്മേളിച്ചു. വിവിധ രോഗങ്ങൾ ബാധിച്ചിരുന്ന വളരെ പേരെ അവൻ സുഖപ്പെടുത്തി അനേകം പിശാചുക്കളെ പുറത്താക്കി. പിശാചുക്കൾ തന്നെ അറിഞ്ഞിരുന്നത് കൊണ്ട് സംസാരിക്കാൻ അവരെ അവൻ അനുവദിച്ചില്ല. അതിരാവിലെ അവൻ ഉണർന്ന് ഒരു വിജന സ്ഥലത്തേക്ക് പോയി. അവിടെ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ശിമയോനും കൂടെ ഉണ്ടായിരുന്നവര് അവനെ തേടി പുറപ്പെട്ടു. കണ്ടെത്തിയപ്പോൾ അവർ പറഞ്ഞു, എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു. അവൻ പറഞ്ഞു, നമുക്ക് അടുത്ത പട്ടണങ്ങളിലേക്ക് പോകാം. അവിടെയും അപ്പം തലേ ദിവസം രാത്രി സംഭവിച്ച രോഗസൗഖ്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് ജനങ്ങൾ വീണ്ടും പിന്നെയും രോഗസൗഖ്യത്തിനാണ് വരുന്നത് കർത്താവിൻ്റെ അടുത്ത്. അതായത് ഇതാണ് ഞാൻ പറഞ്ഞത്. അതായത് ഹെഡ് ടു ടെയിൽ എന്ന് ഞാൻ പറഞ്ഞില്ലേ, ദൈവത്തിൽ നിന്ന് വിഷയങ്ങളിലേക്ക് വരാം നമുക്ക്. പക്ഷെ വിഷയങ്ങളും ദൈവത്തിലേക്ക് പോകാൻ പാടായിരിക്കും. ആൾക്കാർക്ക് ചിലപ്പോൾ വിഷയങ്ങളൊക്കെ ദൈവത്തിൽ പോകത്തില്ല. ആൾക്കാർ രോഗശാന്തി കഴിഞ്ഞ രാത്രി രോഗശാന്തി കിട്ടിയ ആൾക്കാർക്ക് വീട്ടിൽ കിടന്ന് ഇറങ്ങുകയാണ്. ദൈവത്തിന് അവർക്ക് ആവശ്യമില്ല. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് അവർ റിജക്റ്റ് ചെയ്യണത്. ദൈവത്തിന് ആവശ്യമില്ലാതെ അനുഗ്രഹങ്ങൾ മാത്രം ആവശ്യപ്പെട്ട റിജക്ഷൻ്റെ സാധ്യതയുണ്ട്. അതാണ് ഈശോ പറയണത്. അതാ 1:38 വായിച്ചേ, മർക്കോസ് 1:38 വായിച്ചേ. അവൻ പറഞ്ഞു നമുക്ക് അടുത്ത പട്ടണങ്ങളിലേക്ക് പോകാം. അടുത്ത പട്ടണങ്ങളിലേക്ക് അതായത് ഇവരെ വിട്ടു, വഴിയിൽ വിട്ടു. അവിടെയും എനിക്ക് പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു, അതിനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈശോയ്ക്ക് ഇതിനെക്കുറിച്ച് വ്യക്തതയുണ്ട്. അത് നമുക്കും വ്യക്തത ഉണ്ടാകണം, സഭയ്ക്കും വ്യക്തത ഉണ്ടാകണം. ഈശോ എന്തിനാണ് വന്നതെന്ന് രക്ഷയുടെ സുവിശേഷമാണ് വന്നത്. ഈശോ എന്തിനാണ് വന്നതെന്ന് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മറന്നുപോകും. സഭയും മറന്നുപോകുന്ന സമയത്ത് എന്തിനാണ് വന്നത്, അതിന് പകരം പിന്നെ നമ്മൾ വേറെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നടക്കും. ഈശോ അതിനാണ് ഈശോയ്ക്ക് കോൺഷ്യസ് ഉണ്ട്, അതിനാണ് ഞാൻ വന്നിരിക്കണതെന്ന്. രക്ഷയുടെ സുവിശേഷം കൈമാറാൻ, ആത്മരക്ഷയുടെ സുവിശേഷം. അപ്പോൾ അതിനാണ് ഞാൻ വന്നിരിക്കണമെന്ന് നമുക്ക് ബോധം ഉണ്ടെങ്കിൽ നമ്മുടെ മൂവ്മെൻറ്റ് ഹെഡ് ടു ടെയിലായിരിക്കും. അതാണ് സുവിശേഷ പ്രവർത്തകരുടെ വിജയം എന്ന് പറയുന്നത്. അവരെ എല്ലാ കാര്യങ്ങളും ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുത്തിട്ടാണ് വിഷയങ്ങൾക്കെല്ലാം 2-ാം സ്ഥാനം കൊടുക്കുന്നത്. ഉടമ്പടി ഒരു ഹെഡ് ടു ടെയിൽ മൂവ്മെൻ്റ് ആണ് നമുക്ക് അഭികാമ്യമായിട്ടുള്ളത്. മർത്ത നീ വലിയ പല കാര്യങ്ങളെക്കുറിച്ച് നീ ഉത്കണ്ഠാകുലയാണ്. ആവശ്യമുള്ള കാര്യം ഒന്ന് മാത്രമേ ഉള്ളൂന്ന്. മറിയം ആ നല്ല ഭാഗം തിരഞ്ഞെടുത്തെന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ചെയ്യേണ്ടത് മൂല്യമുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ വചനാധിഷ്ഠിതമായ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. വചനത്തിന് സാക്ഷ്യം വഹിക്കുക, വചനം അനുസരിച്ചുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ സാക്ഷ്യം വഹിക്കുക. ക്രിസ്തുവിനെ ഒരു നിധിയായിട്ട് കണ്ടില്ലെങ്കിൽ വേറെ പലതിനെയും നമ്മൾ നിധിയായിട്ട് കാണേണ്ടി വരും. ദാറ്റ് ഇസ് മൈ പോയിൻറ്റ്. ഞാനിത് പറയാൻ ഉദ്ദേശിച്ചത് എന്തുകൊണ്ടാണ്, കൊളോസ്യസ് 2:3 എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തു ഒരു നിധിയാണ്. ഇപ്പം നമ്മൾ 2:3 എന്താ പറയണത്, ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ അവനിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. അപ്പം ക്രിസ്തു നിധിയാണെന്ന് തോന്നണം, അല്ലെങ്കിൽ വേറെ പലതും നിധിയാണെന്ന് നമുക്ക് തോന്നേണ്ടി വരും. ക്രിസ്തു നിധിയാണെന്ന് നമുക്ക് തോന്നണം. അതാണ് നമുക്ക് കിട്ടുന്ന ബോധ്യം എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ സ്വത്തെന്ന് പറയുന്നത്. ക്രിസ്തു നിധിയാണെന്നുള്ളത് ഒരു ബോധ്യമാണ്. അതാണ് സ്വത്തെന്നാണ് കൊളോസ്യസ് 2:2 പറയണത്. അപ്പോൾ നമ്മൾ ധനവാനാണെന്ന് പറഞ്ഞാൽ ക്രിസ്തു നിധിയായിട്ട് ആർക്ക് തോന്നുന്നു അവനാണ് ധനവാൻ. ശ്രദ്ധിക്കട്ടെ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എപ്പോഴാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത് മാർക്കറ്റിങ്ങിനുള്ളതാണെന്ന് പറഞ്ഞല്ലേ, ഉന്നതമാണ്. നല്ല വില കിട്ടുന്ന സമയത്ത് അത് കൊടുക്കണം. നല്ല വില കിട്ടുന്ന വിശ്വാസത്തിന് നല്ല വില കിട്ടുന്ന സമയത്ത് അത് കൊടുക്കണം. യുക്രൈൻകാർ അതാണ് ചെയ്തത്. അവർ മരണത്തെ മുഖാമുഖം കാണുന്ന സമയത്താണ് അവർ പള്ളിയിൽ ചെന്ന് കുമ്പസാരക്കുട്ടി മുട്ടുകുത്തി നിൽക്കുന്നത്. അവർ മരണത്തെ മുഖാമുഖം കാണുന്ന സമയത്താണ് നിലവറയിൽ ഓർഡർ ചെയ്യണം കുരിശുദ്ധ കുർബാന വരാൻ.
അല്ലാതെ ലഞ്ച് കൊണ്ടുവരാനല്ല ഓർഡർ ചെയ്യണത്, പരിശുദ്ധ കുർബാന കൊണ്ടുവരാൻ ഓർഡർ ചെയ്യുക. അപ്പോൾ ഫെയ്ത്ത് നല്ല അത് പ്രഖ്യാപിക്കാൻ ഏറ്റവും കൂടുതൽ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ ഫെയ്ത്ത് അവർ സെയിൽ ചെയ്യാണ്, ഫെയ്ത്ത് അവർ പ്രഖ്യാപിക്കുകയാണ്. വിശ്വാസം എന്ന് പറഞ്ഞാൽ വിശ്വാസ കൈമാറ്റം എന്ന് പറയുന്നത് വിശ്വാസം പ്രഖ്യാപിക്കുന്നതിലൂടെ നടക്കുന്നത്. ഫെയ്ത്ത് കൊടുക്കുക, വിൽക്കുക എന്നൊക്കെ ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഫെയ്ത്ത് വിശ്വാസം പ്രഖ്യാപിക്കുകയാണ്. ഈ വിശ്വാസം പ്രഖ്യാപിക്കുന്നതനുസരിച്ചിട്ട് നമ്മുടെ മൂല്യം വർദ്ധിക്കും. നമ്മുടെ മൂല്യം വർദ്ധിച്ചിട്ട് നമുക്ക് അധികാരം ഉണ്ടാകുമെന്നാണ് ഞാൻ പറഞ്ഞത്. അതിജീവിത വിശ്വാസത്തിൽ നിന്ന് അധികാരം ഉണ്ടാകും ദൈവത്തോട്. ഇപ്പം നമുക്ക് ഇപ്പം നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങൾ പോലെയായിരിക്കും. ഇപ്പം നിങ്ങളുടെ പഠനം, നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ സൗഖ്യം, അധികാരം വെച്ച് കഴിഞ്ഞ് നിങ്ങളൊക്കെ വിശ്വാസ അധികാരം പ്രാപിച്ചാൽ അത് നിങ്ങളുടെ കയ്യിലിരിക്കണ പോലെ തോന്നും. നിങ്ങളുടെ കയ്യിലുള്ള പോലെ, എൻ്റെ കർത്താവിൻ്റെ കയ്യിലുള്ളത് നിങ്ങളുടെ കയ്യിലുള്ളത് പോലെ ആശയപരമായിട്ട് പറയാമെങ്കിലും അനുഭവത്തിൽ അങ്ങനെ തോന്നണമെന്നില്ല. പക്ഷേ അധികാരം പ്രാപിച്ചു കഴിയുമ്പോൾ നമുക്ക് അത് നമ്മുടെ കയ്യിലുള്ള പോലെ, ഈശോയുടെ കയ്യിൽ ഈശോ എനിക്ക് ആവശ്യമുള്ളപ്പോൾ തന്നോളൂ. അപ്പോൾ നമുക്ക് അങ്കലാപ്പില്ലാതെ പോകും. അങ്കലാപ്പ് അങ്ങനെ അധികാരം പ്രാപിക്കുമ്പോൾ, വിശ്വാസ അധികാരം പ്രാപിക്കുമ്പോൾ അങ്കലാപ്പ് കുറഞ്ഞു വരും. അപ്പോൾ നിങ്ങൾക്ക് കടമുണ്ട്, ആ കടം പരിഹരിക്കാനുള്ള മാർഗ്ഗം കർത്താവിൻ്റെ കയ്യിലുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ആ കമ്പനി അടച്ചു പോയില്ലേ, അവിടെ കമ്പനി അടച്ചൊക്കെ മാനേജർ മരിച്ചു, അവിടെ 15 ലക്ഷം രൂപ മാനേജറുടെ കയ്യിലായിരുന്നു, ആ കാശിന് കണക്കുമില്ല. ഇപ്പോൾ ഇവർക്ക് ജീവിതമില്ല. പക്ഷേ ഉടമ്പടി ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താ ചെയ്തിരിക്കുന്നത്, അമ്മ അവർക്ക് വേറൊരു ഓർഡർ 41 ലക്ഷം രൂപയുടെ ഒരു ഓർഡർ കൊടുത്ത് PP കിറ്റിൻ്റെ. ഇതാണ് സംഭവം. അപ്പോഴേ പെട്ടെന്ന് ചേഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ നീ രക്ഷപ്പെടാനുള്ള മാർഗ്ഗം ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്, നമ്മൾ ആ ഉടമ്പടി എടുത്ത് ദൈവമായിട്ട് ആത്മബന്ധമല്ല, ആത്മബന്ധം കഴിഞ്ഞാലുള്ളത് അധികാരബന്ധമാണ്. ദൈവമായിട്ടൊരു അധികാരബന്ധം. അതിന് ആദ്യം വേണ്ടത് ബോധമാണ്, പിന്നെ വേണ്ടത് ബോധ്യമാണ്, പിന്നെ വേണ്ടത് സാക്ഷ്യമാണ്. ഇതാണ് നമ്മുടെ സബ്ജക്റ്റ്, ഉടമ്പടി സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ക്രിസ്തു എന്ന് പറയുന്ന നിധിയാണ്, ക്രിസ്തു എന്ന് പറയുന്ന ജ്ഞാനമാണ്, ക്രിസ്തു എന്ന് പറയുന്നത് അറിവാണ്. ജ്ഞാനം എന്ന് പറയുന്നത് എന്തിനു വേണ്ടി ചെയ്യണം എന്നുള്ളതാണ് ജ്ഞാനം. അറിവെന്ന് പറയുന്നത് എന്താണ് ചെയ്യേണ്ടത്, അതാണ് അറിവ്. അപ്പോൾ ഇതെല്ലാം ക്രിസ്തുവാണെന്നാണ് പറയണത്. അപ്പോൾ ഇത് പറയണതല്ല, അപ്പോസ്തലന്മാരുടെ അനുഭവമാണ്. പത്രോസ് എന്താ പറയണത്, മുടന്തനെ സംബന്ധിച്ചിടത്തോളം അയാൾ കൈ നീട്ടുകയാണ്. അപ്പോഴും പത്രോസ് പറയും, നീ ഒരു തെണ്ടിയാണ്, നിന്നേക്കാൾ തെണ്ടിയാണ് ഞാൻ. എന്താ കാര്യം, എൻ്റെ കയ്യിൽ ഒന്നുമില്ല. നിൻ്റെ കയ്യിൽ ഇവിടെ കൂടി പോയ ആൾക്കാർ, എന്നേക്കാൾ നേരത്തെ പോയ ആൾക്കാർ തന്നെ കാശ് കിട്ടുന്നുണ്ട് നിൻ്റെ കയ്യിൽ. ഓരോ ധർമ്മക്കാരും നമ്മൾ മരിക്കുമ്പോൾ ആൾക്കാർ പറയുന്നത് 5 ലക്ഷം രൂപയൊക്കെ ബെഡിൻ്റെ അടിയിരിക്കണം എന്നാണ് പറയുന്നത്. അതാണ് മുടന്തൻ്റെ അവസ്ഥ, അതാണ്. പക്ഷേ പത്രോസ് പറയുന്നത് എന്താണ്, ഞാൻ വീട്ടിൽ പോയിട്ട് ആ വള്ളവും വിലയും ഇറക്കിയിട്ട് വർഷങ്ങളായി, കുറേ കാശ് ഞങ്ങളുടെ കയ്യിലൊക്കെ ഇട്ടുകൂട്ടൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ഈശോ പറഞ്ഞായിരുന്നു, യുവദാസിനെ കൊടുത്തേക്കാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഈശോ അനുസരണ കാരണം ഞാനെല്ലാം അവൻ്റെ കൊടുത്തു. അവനെ കാശ് എവിടെയോ കൊണ്ടുപോയിട്ട് കെട്ടിത്തും ചത്തുപോയി. കാശിൻ്റെ കാര്യമാണ്. അപ്പോൾ കാശ് എൻ്റെ കയ്യിലില്ല, സത്യം പറഞ്ഞാൽ 5 പൈസയില്ല. കട്ടൻ ചായ മേടിക്കാൻ തന്നാൽ കുടിക്കുന്ന കണ്ടീഷനാണ് എൻ്റെ നടപ്പ്. അയാൾ അത് കൃത്യമായിട്ട് പറയേണ്ട അയാളുടെ അവസ്ഥ. പക്ഷേ അയാൾ അതിൻ്റെ അകത്ത് ഷെയ്മല്ല അയാൾ. അതാണ് അധികാരം എന്ന് പറയുന്നത്. അയാൾക്ക് പൈസ ഇല്ല കയ്യിൽ, ആകെപ്പാടെ ഉള്ളത് ബ്രീവരി പുസ്തകമാണ് കയ്യിലുള്ളത്, ഒരു ബൈബിളാണ് കയ്യിലുള്ളത്. ആ ബൈബിളും പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഈ മനുഷ്യൻ പറയുന്ന കട്ടായമായിട്ട് വർത്തമാനങ്ങൾ പെശക വർത്തമാനമാണ്. അയാൾ പറഞ്ഞാൽ എൻ്റെ പൊന്നില്ല, എൻ്റെ കയ്യിൽ വെള്ളിയുമില്ല, റോമൻ നാണയവുമില്ല, ഇസ്രയേൽ നാണയവുമില്ല, ഒന്നുമില്ല, ഞാൻ കാലി അടിച്ചിരിക്കുകയാണ്, അട്ടപ്പാടിയാണ് എന്ന് പറയും. ഞാൻ അട്ടപ്പാടി, ചില പഴയ ട്രിവാൻഡ്രംകാരൊക്കെ പറയില്ല അട്ടപ്പാടി എന്ന് പറയാം, സംസാര ഭാഷയാണ്. അട്ടപ്പാടി മോശമായിട്ടൊന്നുമല്ല. അതായത് ഇങ്ങനെ പറഞ്ഞിട്ട് അയാൾ പറയും, പക്ഷേ എൻ്റെ കയ്യിലൊരു നിധിയുണ്ട്, അത് ഞാൻ നിനക്ക് തരാമെന്ന് പറയും. അവിടെയാണ് വിഷയം. അപ്പോൾ ഞാൻ ഓർക്കുമ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞ കാര്യം തന്നെയാണല്ല പൗലോസ് പറഞ്ഞത്, ക്രിസ്തു ജ്ഞാനമാണ്, ക്രിസ്തു നിധിയാണെന്ന്. അതാണ് ഇപ്പോൾ ഇങ്ങനെ പറയണത്. എൻ്റെ പൊന്നുമില്ല, വെള്ളിയുമില്ല, എൻ്റെ കയ്യിൽ വേറൊരു നിധിയുണ്ട്. എന്താണ്? നസ്രായനായ യേശു ക്രിസ്തുവിൻ്റെ നാമം. സ്റ്റാൻഡ് അപ്പ് ഇൻ ദ നെയിം ജീസസ് എന്ന് പറയും. അതായത് അവൻ ചാടി എഴുന്നേക്കും ഈ മനുഷ്യൻ. എന്താ 3:6 പറയണതാണത്. എന്താണ്? പത്രോസ് പറഞ്ഞു, വെള്ളിയോ സ്വർണമോ എൻ്റെ കയ്യിലില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. നസ്രായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. ഇതെന്ന് വെച്ചാൽ ഇപ്പം ഈ നിധി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കൃത്യമായിട്ട് ഇപ്പം പത്രോസ് പറയുകയാണ്, ഈ നിധി എൻ്റെ കയ്യിലുണ്ടെന്ന്. അതാണ് എനിക്കുള്ളതെന്ന് പറഞ്ഞില്ലേ, എനിക്കുള്ളത് നിധിയാണത്. ഈ എനിക്കുള്ളതെന്ന് പറഞ്ഞത് വേറെ ഒരു അപ്പൻ മകനോട് പറഞ്ഞിട്ടുണ്ട്, മകനെ എൻ്റെ കയ്യിലൊരു നിധി, ഇവൻ കൊണ്ടുപോയിരിക്കണത് നമ്മുടെ പറമ്പിൻ്റെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ് കൊണ്ടുപോയിരിക്കണത്, നിധി എൻ്റെ കയ്യിലുള്ള, എനിക്കുള്ളത് നിനക്കുള്ളതാണെന്ന് പറഞ്ഞിട്ടില്ലേ? ആരാണ് പറഞ്ഞത്? 15:31. എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാണ്. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. എനിക്കുള്ളത് എന്തായിരിക്കും അപ്പോഴേ? ക്രിസ്തുവാണ്, ദൈവമാണ്. കാര്യം ഈ ക്രിസ്തുവിനെക്കുറിച്ച് നിധിയായിട്ട് സ്വത്തായിട്ട് പൗലോസ് അപ്പോസ്തലൻ പറയും. പൗലോസ് അപ്പോസ്തലൻ പോലെ തന്നെ പത്രോസും പറയും. ആദിമസഭയുടെ അനുഭവം അതാണ്, ക്രിസ്തുവാണ് നിധി എന്നുള്ളത്.
ക്രിസ്തുവാണ് നിധി. ഞാനിപ്പോൾ കുറേ നാളായിട്ട് ഒരു കാര്യങ്ങളെക്കുറിച്ചും ആവശ്യമില്ലാത്ത ഉത്കണ്ഠയില്ല. കാര്യം ഒരു 2, 3, 4 കോടി രൂപ ഈ വർഷം വേണ്ടതാണ്. 2 പ്രോജക്റ്റുകൾ നടക്കുന്നുണ്ട്. സ്കൂൾ ഓഫ് റോക്ക് ആർട്സും പിന്നെ മരിയൻ ഗാർഡൻസിൻ്റെ പിൽഗ്രിം സെൻറ്ററും നടക്കുന്നുണ്ട്. പക്ഷേ ഐ എം നോട്ട് വറീഡ് അബൌട്ട് ഇറ്റ്. എന്താ കാര്യം, ദൈവം ഓരോ വിഷയങ്ങൾ അതാ സമയത്ത് ചെയ്യേണ്ട പോലെ ചെയ്യും. എനിക്ക് ദിവസങ്ങളിൽ ഒരു വലിയ അസുഖങ്ങളുണ്ടായി. അപ്പോൾ ഞാനൊരു സ്ഥലത്ത് പോയി, ഒരു ഹോട്ടലിൽ പോയി അവിടെ താമസിച്ച് 24 മണിക്കൂർ ഞാൻ ജപമാല ചൊല്ലി 20 ദിവസം താമസിച്ചു അവിടെ. അപ്പോൾ ആ ഹോട്ടൽ ഉടമ എന്നോട് പറയുന്നുണ്ട്, ഇതൊന്ന് വിറ്റുമാറണം വെച്ചാൽ 12 കൊല്ലമായിട്ട് പ്രാർത്ഥിക്കുന്നതാണെന്ന് പറയും. 12 കൊല്ലമായിട്ട് പ്രാർത്ഥിക്കുന്നതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പം ഞാനും ഓർക്കുന്നുണ്ട് ഇദ്ദേഹം ഇവിടെ വരണതും പ്രാർത്ഥിക്കണം. അദ്ദേഹത്തിൻ്റെ പണ്ട് 2004 മുതൽ എൻ്റെ സഹപ്രവർത്തകനാണ്. അപ്പോൾ ഈ ഹോട്ടൽ വിറ്റുമാറാൻ വേണ്ടി ഞങ്ങൾ ഒത്തിരിയേറെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ ആ പ്രാർത്ഥന ഒന്നും അന്ന് ഏറ്റിട്ടില്ല. ഒരു പക്ഷേ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഒരു സമയത്ത് പെട്ടെന്ന് എൻ്റെ പ്രാർത്ഥനയുടെ മൂല്യം കൂടി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ശ്വാസം മുട്ടൽ, അതുപോലെ കിഡ്നിയുടെ അസുഖം, ഇങ്ങനെ കുറേ രോഗങ്ങളെല്ലാം കൂടി ഒരുമിച്ച് വന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്ത്, അത് നമുക്ക് ഒരുമിച്ച് അസുഖം വരുമ്പോൾ എന്നാ ചെയ്യണത്, എനിക്ക് ടെക്നിക്ക് അറിയാം. ഈ സമയത്ത് പർച്ചേസ് അല്ല, നമുക്ക് ഷെയർ വിൽക്കണ സമയമാണ്, വിശ്വാസം കൈമാറുന്ന സമയമാണ്, വിശ്വാസം പ്രഖ്യാപിക്കുന്ന സമയമാണ്, വിശ്വാസം നല്ല മൂല്യമുള്ള സമയമാണ്. ഞാൻ ഈ സമയത്ത് ദൈവത്തോട് നന്ദി പറഞ്ഞു. ഞാൻ 24 മണിക്കൂർ കർത്താവിൻ്റെ ജോലി ചെയ്യുന്ന ആളാണ്. എനിക്ക് വേണേൽ കർത്താവായിട്ട് ബാർഗെയിൻ ചെയ്യാം. ഞാൻ ഇത്രയും ദൈവത്തിന് വേണ്ടിയല്ല ഞാൻ ജീവിക്കണത്. എനിക്കെന്തിനാണ് ഇങ്ങനെ അസുഖം വന്നാൽ ചോദിക്കുക. ഒരക്ഷരം ഞാൻ മിണ്ടത്തില്ല. കാര്യം ഞാൻ പഠിച്ചിരിക്കുന്നത് അമ്മയ്ക്ക് എന്നാണ്. അമ്മയ്ക്ക് ഇങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളെല്ലാം അപ്പൻ ഈശോ ഉണ്ടാക്കിയ സമയത്തെല്ലാം അമ്മ മിണ്ടത്തില്ലായിരുന്നു. അതെച്ചാൽ വിശ്വാസം വിൽക്കാൻ അവർക്കറിയാം. വിശ്വാസത്തിൻ്റെ മൂല്യം കൂടുന്നതനുസരിച്ച് അവരത് കൊടുത്തിട്ട് അത് മൂല്യമാക്കി മാറ്റും. അപ്പോൾ അമ്മ അതുകൊണ്ട് മിണ്ടാതെ ഹൃദയത്തെ സംഗ്രഹിച്ചുകൊണ്ടിരിക്കും. ഞാൻ ഹൃദയത്തെ സംഗ്രഹിക്കുന്നതിന് പകരം ഞാൻ നന്ദി പറഞ്ഞുകൊണ്ടേയിരുന്ന് പ്രാർത്ഥിച്ച് 20 ദിവസം പ്രാർത്ഥിച്ചതിനുള്ളിൽ ആ ഹോട്ടൽ വിറ്റുപോയി. അതിനെതിരിക്കണം ഹോട്ടൽ 12 കൊല്ലം വിൽക്കാത്ത ഹോട്ടലാണ്. ഞാനവിടെ ഇരിക്കുന്ന സമയത്താണ് ആ ദിവസങ്ങളാണ് ആ സാധനം വിറ്റ്. ഞാൻ എൻ്റെ പ്രാർത്ഥന 6 മണിക്കൂർ കഴിഞ്ഞപ്പോൾ 6 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഹോട്ടൽ വിറ്റുപോയി. തട്ടി പിടിച്ച് എന്താ പ്രശ്നം? ഇതിൻ്റെ അകത്ത് വരുന്ന പ്രോബ്ലം എന്ന് പറയുന്നത്, നമ്മളിലേക്കൊന്ന് കൂടുതൽ പ്രെയർ അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ക്ലേശങ്ങൾ ഭാരങ്ങൾ വരുമ്പോൾ നമ്മുടെ വിശ്വാസം മൂല്യം പ്രാപിക്കുന്നു. ഈ മൂല്യം അപ്പം തന്നെ നമ്മൾ പ്രഖ്യാപിക്കണം. ഈ വിശ്വാസത്തെക്കുറിച്ച് അറിയാൻ പാടില്ലാത്ത ആൾക്കാർ, അയ്യോ എനിക്കിത് വന്നില്ല, ഇനി ഇത് എപ്പം തീരാനാണ്, ദൈവം നാശം പിടിക്കാൻ, വേറെ ആർക്കും എന്നെ തന്നെ കണ്ടുള്ളതൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരെല്ലാം നിലയം പിടിച്ച് നടക്കത്തില്ലേ. എന്തെങ്കിലും വന്നു കഴിയുമ്പോൾ എനിക്ക് തന്നെ വന്നാൽ, ഞാൻ പള്ളിയിൽ നിന്ന് മാറാതെയും കർത്താവിലേക്ക് നിന്ന് മാറാതെ നടക്കുന്ന ആളാണ്, ഇതിൽ എനിക്ക് തന്നെ ഇത് വന്നില്ല എന്ന് പറയും. അതല്ല സംഭവം. മറിച്ച് നിൻ്റെ വിശ്വാസമുള്ളവർക്ക് ഇതുപോലെയുള്ള എക്സ്ട്രാ ആ വിശ്വാസത്തിന് പരീക്ഷണം വരുമ്പോൾ അത് അതിൻ്റെ വിഹിതം വർദ്ധിക്കും, അതിൻ്റെ മൂല്യം വർദ്ധിക്കുമ്പോൾ നീ അത് ദൈവത്തിൽ തന്നെ വിൽക്കണം, വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട്. അപ്പോൾ അതിൻ്റെ മൂല്യം ഇരട്ടിയായിട്ടിരിക്കും. ഇത് സ്വത്തായിട്ട് മാറുകയും നിൻ്റെ ആധികാരികത വർദ്ധിപ്പിക്കും ദൈവത്തിൻ്റെ. അതുകൊണ്ടാണ് പൗലോസ് പറയണത്, പൊന്നും വെള്ളിയോ ഇല്ലാത്തതൊന്നും എനിക്ക് പ്രശ്നമില്ല, പോയി പണി നോക്കാൻ പറയുന്നു. അതൊന്നും ഞാൻ എന്നെ ഉൾക്കൊണ്ടതൊന്നുമല്ല. പൊന്നോ വെള്ളിയോ എൻ്റെ കയ്യിലില്ല, എനിക്കുള്ള ഒരാളുണ്ട്, എന്താണ് ഒരു നിധി, അത് ഞാൻ നിനക്ക് തരും. എന്താ തരണത്? നീ നസ്രായനായ യേശു ക്രിസ്തുവിൻ്റെ നാമം, അവൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാൻ പറയും. ഇതൊരു കൽപ്പനയാണ്, അധികാരമാണ് അവൻ്റെ നാമത്തിൽ നിന്ന് എഴുന്നേറ്റ് നടക്കാൻ പറയണത്. ഇതിനകത്ത് വിശേഷം വെച്ചാൽ ഇത് അപ്പോസ്റ്റലിക്കായിട്ടുള്ള ഒരു ഫസ്റ്റ് പ്രൈമറി എക്സ്പീരിയൻസാണ്. ഒരു മുടന്തൻ, ജന്മനാ മുടന്തനാണ് അവനെ. ജന്മനാ മുടന്തൻ മൂലക്കിടുന്നുണ്ട്, വായും പൊളിച്ചിടുന്നുണ്ട്. പത്രോസിനെ ശ്രദ്ധിക്കുകയാണ്. പത്രോസ് ഈ വചനം പ്രസംഗിച്ചു. ഒന്നാമത്തെ പത്രോസിന് വചനം പ്രസംഗിക്കാനൊന്നും അറിയത്തില്ല. എഴുത്തുകാരനാണ് പുള്ളിക്കാരൻ, പ്രാസംഗികനല്ല. പ്രസംഗിച്ചാൽ ഉറങ്ങും ആൾക്കാർ. പത്രോസ് പ്രസംഗിച്ചിട്ട് ആൾക്കാർ നിലയിലൊക്കെ മുകളിലത്തെ നിലയിൽ താഴെ വീണിട്ടുണ്ട് ഉറങ്ങിയിട്ട്. ആ പൗലോസ് പ്രസംഗിച്ചിട്ടേ. അപ്പോൾ പൗലോസ് ബേസിക്കായിട്ട് ആൾക്കാരെ ചിരിപ്പിച്ച് കയ്യിലെടുത്ത് പ്രസംഗിക്കാൻ അറിയത്തില്ല. അയാളെ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയും. അതിനകത്ത് പൊടിപ്പത്തും ഇങ്ങനെ പഞ്ചാരി സേമിയായി ഒന്നും കയറ്റാതെ ഉള്ള കാര്യം പറയുന്ന ആളാണ്. അതിനകത്ത് കോംപ്രമൈസ് ഇല്ല പറയും. പക്ഷെ പണ്ടാര എഴുത്തിന് ഭയങ്കര അഭിഷേകമാണ്. പക്ഷേ എന്നാലും ഒരു ദിവസം പ്രസംഗിച്ചപ്പോൾ ഒരു മുടന്തൻ മൂലക്കിരുന്നുണ്ട്. ഇയാളെ വായിട്ടും തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയും. കാര്യം ഈ മുടന്തിന് തലക്കടിച്ച് വചനം കേട്ടിട്ട്. പത്രോസിൻ്റെ വചനമേ കേട്ടിരുന്നപ്പോൾ ഈ മനുഷ്യന് മുടന്തൻ്റെ വിശ്വാസം ഇങ്ങനെ കയറി വന്നു. അവരിങ്ങനെ പൗലോസിൻ്റെ ഒപ്പം തന്നെ ഇങ്ങനെ ജ്വലിച്ച് നിൽക്കും. അപ്പോൾ ഇവൻ്റെ എല്ലാവരും ഇങ്ങനെ ഉറങ്ങിയൊക്കെ ഇരിക്കുന്ന സമയത്ത് ഒരുത്ത മൂലക്കിരുന്നുണ്ട് ജ്വലിക്കണ കണ്ടപ്പോൾ പൗലോസ് അവനെ നോക്കി. അവനോട് അപ്പോൾ തൻ്റെ പ്രസംഗം കേട്ടിട്ട് അവനിലേക്ക് വിശ്വാസം അവരിങ്ങനെ നുരഞ്ഞ് പതഞ്ഞ് പൊങ്ങണത് പൗലോസ് ആത്മാവ് വിവേചിച്ചിട്ട് പൗലോസ് ഒരു കാര്യം വിവേചിച്ച് മനസ്സിലാക്കുക. എന്താ പറയണത്? സുഖം പ്രാപിക്കാൻ തക്ക വിശ്വാസം അവർ ഉണ്ടെന്ന് കണ്ട് ആ ജന്മനാ മുടന്തനോട് പറഞ്ഞു, സ്റ്റാൻഡപ്പ്, എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞപ്പോഴേ ആ പത്രോസിൻ്റെ വിശ്വാസത്തിൻ്റെ ഒരു ഇതുകൊണ്ടേ എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞവർ എഴുന്നേറ്റ് ഓടി. അത് ഭയങ്കര രസമുള്ള ഒരു മിറക്കിളാണ് ബൈബിളിൽ. എന്താണ്? പൗലോസിൻ്റെ പ്രസംഗം കേൾക്കുകയാണ്.
നടപടി പുസ്തകത്തിൻ്റെ 14:9 വായിച്ചോളൂ. പൗലോസ് പ്രസംഗിക്കുന്നത് അവൻ കേട്ടു. പൗലോസ് പ്രസംഗിക്കുന്നത് അവൻ കേട്ടു. പൗലോസ് അവനെ സൂക്ഷിച്ചു നോക്കി. സൗഖ്യം പ്രാപിക്കുവാൻ തക്ക വിശ്വാസം അവനുണ്ടെന്ന് കണ്ട് പൗലോസ് ഉച്ചത്തിൽ പറഞ്ഞു, എഴുന്നേറ്റ് കാലുറപ്പിച്ചു നിൽക്കുക. അവൻ ചാടി എഴുന്നേറ്റ് നടന്നു. പ്രൈസ് ദി ലോർഡ്. ഇതാണ് വിഷയം. അതായത് തക്ക വിശ്വാസം എന്നുള്ളതൊരു വിഷയമാണ് 14:9. ഇപ്പം നമ്മുടെ പല കാര്യങ്ങളും ഫയലെടുക്കാത്തതിൻ്റെ കാരണം വിശ്വാസം അപ് ടു ഡേറ്റ് ചെയ്യാത്തത് കൊണ്ടാണ്. തക്ക വിശ്വാസമാകാത്തതുകൊണ്ട്. വിശ്വാസം ഇല്ലയെന്ന് വെച്ചാൽ വിശ്വാസമുണ്ട്, പക്ഷേ വിശ്വാസം അഗ്നിശോധനയെ അതിജീവിച്ചിട്ട് ബാക്കി ഉണ്ടായതല്ല. അഗ്നിശോധന പോലും നടന്നിട്ടില്ല, ഒരു പരീക്ഷ നടന്നിട്ടില്ല. പരീക്ഷ നടന്നിട്ടുണ്ടെങ്കിൽ 4 കാലേ വീണ് ഓടി പിന്നെ പള്ളിയിലും കയറിയാലോ പ്രാർത്ഥനയ്ക്കും വരത്തില്ല. അതുകൊണ്ട് നിനക്ക് ഇന്നുവരെ പരീക്ഷ ചിലപ്പോൾ ഉണ്ടായി കാണത്തില്ല. കാര്യം ഇപ്പം ദൈവത്തിന് പേടിയായിട്ടാണ് നിന്നെ. കാര്യം പരീക്ഷ ഇട്ടാൽ നീ തോറ്റുപോവുകയും ചെയ്യും, ദൈവത്തിന് നീ നഷ്ടപ്പെടുകയും ചെയ്യും. അല്ല പിന്നെ ചാട വരെ ഇങ്ങനെ കിടന്നോട്ടം ചെയ്തിട്ട് പ്രത്യേകിച്ച് പരീക്ഷ ഒന്നും ഇല്ലാത്ത എത്രയോ വെണ്ണപ്പാളികളായിട്ടുള്ള അമൂൽ ബേബികളാണ് നമുക്കുള്ളത്. വിശ്വാസം ഇപ്പോഴത്തെ കാര്യം ഒന്നും പറയണ്ട, അമൂൽ ബേബികളുടെ എണ്ണം കൂടുതലാണിപ്പോൾ. എന്താ കാര്യം? ഒന്നുമില്ല. വിശ്വാസത്തിനോ പ്രാർത്ഥനയ്ക്കോ പറ്റുന്ന രീതിയിലുള്ള ഒരു പരുവപ്പെടൽ അവരുടെ ജീവിതത്തിലില്ല. അവർക്കെല്ലാം പത്താഴം പറ്റുമോ, ചക്കി കുത്തി അമ്മ വെച്ചു ഞാനുണ്ടോ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ്. അതുകൊണ്ട് എല്ലാം റെഡിമെയ്ഡ് സെമി അരിസ്റ്റോക്രാറ്റിക് ലൈഫിലേക്ക് കേരളം ചേഞ്ച് ചെയ്ത കാരണം വിശ്വാസത്തിന് അവിടെ പ്രൊവിഷൻ കുറവാണ്. പക്ഷേ വിശ്വാസത്തിന് ഒരു പ്രൊവിഷൻ വരുമ്പോൾ ഇത് തക്ക വിശ്വാസമായിട്ട് അപ്ഡേഷൻ ഉണ്ടാകണം. ഏതെങ്കിലും വിശ്വാസം ഉണ്ടായിട്ട് കാര്യമില്ല. അയാൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് മുടന്തനി ഇത്രയും നാൾ സുഖം പ്രാപിക്കാതിരുന്നതെന്ന് കാര്യം വെച്ചാൽ അവനോട് സുവിശേഷം പ്രസംഗിക്കാൻ ആരും ഇല്ലായിരുന്നു. സുവിശേഷം പ്രസംഗിക്കാൻ ചിലപ്പോൾ ഉണ്ടായിരിക്കാരും, പക്ഷേ പ്രസംഗിക്കേണ്ടതുപോലെ അവനോട് പ്രസംഗിച്ചിട്ടില്ല. ഇവരൊക്കെ പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ വിശ്വാസം വർദ്ധിച്ചു. എങ്ങനെ വിശ്വാസം വർദ്ധിച്ചു? തക്ക വിശ്വാസമായി മാറി. ഇപ്പോൾ ഈ ജനതയുടെ വിശ്വാസങ്ങളെ തക്ക വിശ്വാസമാക്കാൻ, അതായത് ദൈവത്തിന് മുടന്തെല്ലാം മാറ്റിക്കൊണ്ട് എഴുന്നേൽപ്പിൽ നടത്താൻ പറ്റുന്ന വിശ്വാസത്തിലേക്ക് അപ്ഡേറ്റ് ചെയ്യാൻ സഭയുടെ നിലവിലുള്ള സംവിധാനം എന്തുമാത്രം സഹായകരമാണ്. കാര്യം സിനഡ് അന്തർദേശീയമായിട്ട് നടക്കുന്നു, എല്ലാ സഭകളിലെയും സഭകളുടെ സിനഡുകൾ നടക്കുന്നു. ജനങ്ങളുടെ തക്ക വിശ്വാസ നിലവാരം വർദ്ധിച്ചോ ഇല്ലേ എന്നുള്ളത് സഭ ഇൻട്രോസ്പെക്റ്റ് ചെയ്യേണ്ട ഒരു വിഷയമാണ്. സഭ ഇൻട്രോസ്പെക്റ്റ് ചെയ്യണം. കാര്യം എപ്പോഴും നമ്മൾ സിനഡിനെ കുറിച്ച് കേൾക്കുന്നുണ്ട്. 23 ഒരു സിനഡ് നടക്കാൻ പോകുന്നു. അതിൻ്റെ എല്ലാ വർക്കുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ തീക്ഷ്ണമതിയായിട്ടുള്ള അച്ഛന്മാർ ആ വർക്ക് മനോഹരമായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്താലും ഈ തക്ക വിശ്വാസത്തിലേക്ക് കേൾവിക്കാർ ഉയരാത്തോളം കാലം നമ്മൾ എന്തോ ചെയ്ത് നമ്മൾ കൂട്ടിയെന്ന് നമുക്ക് സ്വന്തമായിട്ടൊരു സമാധാനവും സംതൃപ്തിയും കിട്ടുമെന്നല്ലാതെ അതിൻ്റെ അപ്പുറത്ത് ദൈവത്തിന് വേണ്ടിയുള്ള ഒരു സുവിശേഷ നടപടി സഭയ്ക്ക് ചെയ്യാൻ കഴിയാത്തത്തോളം കാലം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളർച്ച എപ്പോഴും ഒരു 0 ആയി നിൽക്കും. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, സഭയുടെ വളർച്ചയെ സ്വാധീനിക്കുന്ന വിധത്തിലെ പരിശുദ്ധാത്മാവിന്റെ നിറവോടുകൂടി എല്ലാ സഭകളും, ഏകസ്ഥ സഭകള്, പ്രാദേശിക സഭകള്, സാർവദേശിക സഭകള്, സാർവത്രിക സഭകള് എല്ലാം യേശുവേ അങ്ങയെ നിധിയായി കാണാൻ, അങ്ങയെ രഹസ്യമായി കാണാൻ, അങ്ങയെ ജ്ഞാനമായി കാണാൻ, അറിവായി കാണാൻ അനുഭവിച്ചുകൊണ്ട് അങ്ങയുടെ മഹത്വത്തിനായി ജീവിച്ച് സുവിശേഷത്തിന്റെ സാക്ഷികളാകാൻ വിശ്വാസത്താൽ അഭിഷേകം ശ്രുതികടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് വിശ്വാസം ട്രാൻസ്മിറ്റ് ചെയ്യുക, വിശ്വാസം വിൽക്കുക, വിശ്വാസം ഷെയർ മാർക്കറ്റ് പോലെ വിശ്വാസം മാർക്കറ്റ് ചെയ്യുക. അതായത് വിശ്വാസം പ്രഖ്യാപിക്കാൻ ഏറ്റവും പ്രതികൂലമായ സമയത്ത് വിശ്വാസം പ്രഖ്യാപിക്കുന്നതിനാണ് വിശ്വാസം ഫെയ്ത്ത് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോഴാണ് നമുക്ക് ക്രിസ്തു സ്വത്തായി മാറുന്നത്. അങ്ങനെയാണ് കൊളോസ്യസ് 2:2 അനുസരിച്ച് ക്രിസ്തു സ്വത്തായി മാറുന്നത് വിശ്വാസം പ്രഖ്യാപിക്കാൻ പറ്റാത്ത സമയത്ത് വിശ്വാസം പ്രഖ്യാപിച്ച് കഴിയുമ്പോഴാണ് വിശ്വാസത്തിൻ്റെ മൂല്യം വർദ്ധിച്ചുകൊണ്ട് നമുക്കത് കൃപയായി മാറുന്നത്. ആ കാനംകാരി അങ്ങനെ ചെയ്തിരിക്കണത്. കാനംകാരിയുടെ വിശ്വാസമില്ലേ, അവർ വിശ്വാസം പ്രഖ്യാപിക്കാൻ ഭയങ്കര പ്രതിസന്ധിയുള്ള സമയത്താണ് അവർ വിശ്വാസം പ്രഖ്യാപിച്ച് ഫെയ്ത്ത് മാർക്കറ്റിംഗ് നടക്കുന്നത്. ഒരു പക്ഷേ അങ്ങനെ ഒരു ലേഡിയെ ഉള്ളതെന്ന് തോന്നുന്നു ബൈബിളിലെ. എന്താ കാര്യം? അവരോട് പറഞ്ഞത് മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾ കൊടുക്കുക വിഹിതമല്ല എന്ന് പറയും. അപ്പോഴെന്നാ പറ്റണത്? വിശ്വാസം പ്രഖ്യാപിക്കുന്നതിന് ഏറ്റവും ആക്ഷേപവും അപമാനവും ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. അത് ജീസസ് ക്രിയേറ്റ് ചെയ്തതാണത്.
ദൈവം ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യും. ആരിൽ നിന്നുമാകാം. വിശ്വാസം, അതായത് നിൻ്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ നിൻ്റെ നടപടിക്രമങ്ങളെ ആക്ഷേപിക്കുന്ന രീതിയിൽ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യും. ദൈവം തന്നെ അങ്ങനെ ചെയ്തെന്ന് വരാം. ചിലപ്പോൾ നാട്ടുകാരെ കൊണ്ട് ചെയ്യിച്ചെന്ന് വരാം, അല്ലെങ്കിൽ സമൂഹത്തെ കൊണ്ട് ചെയ്യിച്ചെന്ന് വരാം. അതായത് അതാണ് കാനം കാര്യം കർത്താവ് ചോദിക്കണത്. മക്കളുടെ അപ്പം എടുത്ത് പട്ടികൾ കൊടുക്കുന്നത് വിഹിതമാണോ? അപ്പോഴേ 15:26. അപ്പോഴേ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, ഇതോടുകൂടി ഇവൾക്ക് വേണ്ടി നാണം കേട്ട് വീട്ടിൽ പോകാം. മണ്ണാങ്കട്ടെ എന്നാ കാര്യത്തിനാണ് വന്നത്? ഇങ്ങനെ വായിക്കണ കേൾക്കാൻ, ഇങ്ങനെ ദൈവവും അല്ല ആളും അല്ല, വെറുതെ മനുഷ്യനെ പറ്റിക്കാൻ നാട്ടുകാർ പറഞ്ഞുകൊണ്ട് ഞാൻ വന്ന് ചടിയതാണ് എന്ന് പറഞ്ഞ് വേണേ ഇവയ്ക്ക് പെയ്തും പെരക്കും പിച്ച് പെയ്യും പറഞ്ഞപ്പോൾ അന്തിയെപ്പോലെ അവിടെ നിന്ന് വണ്ടി വിടാം. പക്ഷേ ഇവൾ അപമാനിക്കുമ്പോൾ വിശ്വാസം വീണ്ടും മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ഏറ്റവും അപമാനിതയാവുമ്പോൾ പറയും, കർത്താവ് അവളോട് പറയും, ജീസസ് ദാറ്റ് ഇസ് റൈറ്റ്, ഐ ആം ദ ഡോ. ഈശോ നീ പറഞ്ഞത് ശരിയാണ്, ഞാൻ പട്ടിയാണ്. എന്നിട്ട് അവർ പറയും, പട്ടികൾ പോലും യജമാനന്മാരുടെ മെച്ചയിൽ നിന്ന് വീഴുന്ന അപ്പകഷ്ണം തിന്നാറുണ്ടല്ലോ. അതാണ് ഫെയ്ത്ത് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഫെയ്ത്തിൻ്റെ ഷെയർ വില കൂടി നിൽക്കുമ്പോൾ അതിനെ വിറ്റ് കളയണം. അതായത് യേശുക്രിസ്തുവിനെ പ്രഖ്യാപിക്കാനോ വിശ്വാസം ജീവിക്കാനോ നിനക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ അത് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കണം. ആ സമയത്ത് അത് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കണം. സാഹിത്യ അക്കാദമി പഠിക്കാൻ പോകുന്ന സമയത്ത്, ഞാനൊരു പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് എനിക്ക് അക്കാദമിയിൽ നിന്ന് എനിക്ക് തന്നെ ഒരു മുറിയാണ് തന്നത്, രാത്രി കിടക്കാം. അതിനകത്ത് സംവിധാനങ്ങളൊന്നുമില്ല, കട്ടിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ ഞാനിവിടുന്ന് ഹോസ്തി മീഞ്ഞും കൊണ്ടുപോയി ആ കട്ടിൻ്റെ താഴെ മുട്ട നിന്നിട്ട് കട്ടിൽ പായലാൻ മാറ്റിയിട്ട് വെള്ളത്തുണി വിരിച്ചിട്ട് ഞാനവിടെ മുട്ട നിന്ന് 2.5 മണിക്കൂർ കുർബാനയില്ലേ. കൃപാസനത്തിൽ 1/2 മണിക്കൂർ കുർബാനയിലുള്ള സംഭവം തൃശ്ശൂർ അപ്പം തമ്പുരാൻ്റെ ഹോമിൽ രാത്രി കുർബാനയിൽ 2.5 മണിക്കൂറാണ്. മുട്ടയിൽ നിന്ന് 2.5 മണിക്കൂർ കുർബാനയില്ലേ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മറക്കാത്ത സംഭവങ്ങളാണ്. വിശ്വാസം അവിടെ പ്രഖ്യാപിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. എന്നോട് ഞാൻ കുർബാനയില്ലേ ആരും തിരക്കാനോ ചോദിക്കാനോ ഒന്നുമില്ല. പക്ഷേ ഞാൻ ഒരു 2 മണിക്കൂർ 1/2 മണിക്കൂർ പ്രാർത്ഥിക്കുന്ന ആൾ 2.5 മണിക്കൂർ മുട്ടയിൽ നിന്ന് കുർബാനയില്ലേ കുർബാന അർപ്പിച്ചു. ഇതെന്ന് വെച്ചാൽ വിശ്വാസം പ്രതികൂല സന്ധിയിൽ വരുന്ന സമയത്ത്, അത് പ്രഖ്യാപിക്കാൻ ഇടമില്ലാത്ത സമയത്ത് നമ്മൾ ഉള്ള സൗകര്യത്തിൽ ഓണം പോലെ അങ്ങോട്ട് പ്രഖ്യാപിക്കും. ഇതാണ്, ഇങ്ങനെയാണ് ഇത് മാർക്കറ്റ് ചെയ്തിട്ട് നമ്മുടെ വിശ്വാസത്തിൻ്റെ മൂല്യം വർദ്ധിപ്പിക്കണം. ഇതാണ് ഇത് ഉണ്ടെങ്കിൽ അതങ്ങനെ പത്രോസ് പലതരത്തിൽ ഇങ്ങനെ ഉണ്ടാക്കി നല്ല സ്വത്തായി മാറി. അതുകൊണ്ടാണ് പത്രോസിന് ഞെട്ടലില്ലാത്തത്. അല്ല പറയും, പൊന്നും വെള്ളിയൊന്നും എൻ്റെ ആവശ്യമില്ല, എനിക്കില്ല, എനിക്കത് ഞാൻ ഡോട്ട് ബോധന പഠിച്ചു. പക്ഷേ എനിക്ക് ഒരു നിധിയുണ്ട്, അത് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമമാണ്. 3:6 പറയണത്. ഇപ്പോൾ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നിധിയാണെന്ന് പൗലോസ് പറയും, രഹസ്യമാണെന്ന് പൗലോസ് പറയും, സ്വത്താണെന്ന് പൗലോസ് പറയും, അത് അറിവാണെന്ന് പൗലോസ് പറയും, ജ്ഞാനമാണെന്ന് പൗലോസ് പറയും. ഇതൊന്നും പറയാതെ പത്രോസ് പറയും, എനിക്കുള്ളതാണ് അതെന്ന് പറയും. എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു, നസ്രായന യേശുവിൻ്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കാൻ പറയും. അപ്പോൾ ക്രിസ്തുവിനെ നേടാൻ വേണ്ടി നമുക്ക് ഗലാത്യർ, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിതനായിരിക്കുന്നു, ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത് ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. എന്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു എന്നിൽ ജീവിക്കാൻ വേണ്ടി ഞാൻ ഈറ്റുനോവ് അനുഭവിക്കുന്നു. അതായത് 4:23. ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നത് വരെ വീണ്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതായത് എല്ലാ ഉടമ്പടിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ക്രിസ്തു രൂപപ്പെട്ട് വരികയാണ്. ക്രിസ്തു എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ജ്ഞാനമാണ്, ദൈവത്തിൻ്റെ അറിവാണ്. അതാണ് നമ്മൾ കൊളോസ്യർ 2:3 വായിച്ചത്. ക്രിസ്തു ദൈവത്തിൻ്റെ നിധിയാണ്. ഇനി പൗലോസിൻ്റെ ലേഖനങ്ങളിലെ 1 കൊരിന്ത്യർ 24 ദൈവത്തിൻ്റെ ജ്ഞാനവും പറഞ്ഞ് ദൈവത്തിൻ്റെ ശക്തിയുമായ യേശുക്രിസ്തു. അപ്പോൾ ക്രിസ്തു ദൈവത്തിൻ്റെ ജ്ഞാനമാണ്, ദൈവത്തിൻ്റെ ശക്തിയാണ്, ദൈവത്തിൻ്റെ നിധിയാണ്, ദൈവത്തിൻ്റെ അറിവാണ്. ഇങ്ങനെ എല്ലാം ക്രിസ്തുവിനെക്കുറിച്ചുള്ള എന്തുമാത്രം അപ്പോസ്തലിക അനുഭവങ്ങളാണ്. ഉടമ്പടിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് എന്താണ്? ഈ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ. അതിനുവേണ്ടി ചില സമയത്ത് ഇറ്റിനോവ് അനുഭവിച്ച 4:19 വായിച്ചത് ഗലാത്യർ. അതായത് കുറച്ച് പ്രയാസങ്ങൾ ഈശോ നമ്മൾ രൂപപ്പെട്ട് വരാൻ വേണ്ടി നമ്മുടെ സാഹചര്യങ്ങളിൽ, പ്രതികൂലമായ സാഹചര്യങ്ങളിൽ, വിശ്വാസം പ്രഖ്യാപിക്കാൻ യാതൊരുവിധ നിവൃത്തിയും ഇല്ലാത്ത സാഹചര്യങ്ങളിലും നമ്മൾ വിശ്വാസം പ്രഖ്യാപിച്ച് കഴിയുമ്പോൾ ഈ ഇറ്റുനോവ് പോലെയാവും. എന്തിനാണ് വെച്ചാൽ ക്രിസ്തു നമ്മൾ രൂപപ്പെട്ട് വരാനാണ്. ഇങ്ങനെ ക്രിസ്തു വന്നു കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് അറിയാവോ? ക്രിസ്തു എല്ലാമാണ്. കൊളോസ്യസ് 3:11 ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. അപ്പം ക്രിസ്തു എല്ലാമായത് കാരണം ഈ ജ്ഞാനമാണ്, ശക്തിയാണ്. ഈ ക്രിസ്തു ശക്തി ആയതുകൊണ്ട് തന്നെ നമ്മുടെ ബലഹീനതയിൽ പൗലോസ് പറഞ്ഞില്ലേ, എൻ്റെ ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നത്.
ഇപ്പോൾ നമുക്ക് പലതരത്തിലുള്ള ഇല്ലായ്മകൾ എല്ലാം, രോഗങ്ങൾ, അല്ലെങ്കിൽ പരീക്ഷാ തോൽവി, അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെ കുറേ ബലഹീനതകളില്ലേ. ഈ ബലഹീനതകൾ നമ്മൾ ഉടമ്പടി പ്രകാരം നമ്മൾ ആഗ്രഹിക്കുന്നത്, ആദ്യമായിട്ട് ആഗ്രഹിക്കുന്നത് ആ വിഷയത്തിലൊരു സമാധാനം ഉണ്ടാകണമെന്നാണ്. ആ വിഷയത്തിൽ സമാധാനം ഉണ്ടാകാതിരിക്കത്തില്ല ഒരിക്കലും. പക്ഷേ അതല്ല, അതിൻ്റെ താഴെ ഒരു വിഷയമുണ്ട്. എന്താണ്? ക്രിസ്തു. ദൈവം ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ്? ക്രിസ്തുവിനെ നമ്മൾ സ്വീകരിക്കാൻ വേണ്ടിയാണ് ഇതുപോലുള്ള സമ്മർദ്ദങ്ങളിലൂടെ നമ്മൾ പോകുന്നത്. അപ്പോൾ ആ സമ്മർദ്ദങ്ങൾ, നമ്മുടെ ബലഹീനതയാണ് ദൈവത്തിൻ്റെ ശക്തി നമ്മളിലേക്ക് ക്രിസ്തുവായിട്ട് ഇറങ്ങി വസിക്കുന്ന കാരണം ഞാൻ ബലഹീനമായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത് എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയും. അപ്പോഴേ ക്രിസ്തു നമ്മളിലേക്ക് അപ്ലോഡിങ് ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് ഈ ബലഹീനമായ സാഹചര്യങ്ങൾ, രോഗത്തിൻ്റെ സാഹചര്യങ്ങൾ. അത് നമുക്ക് ഈറ്റുനോവ് പോലെ ഫീൽ ചെയ്താൽ നീ ഒരു യഥാർത്ഥ വിശ്വാസിയായിട്ട് മാറും. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ക്രിസ്തു രൂപപ്പെട്ടു വരുന്ന സാഹചര്യങ്ങളെ മനസ്സിലാക്കാനും വിവേചിക്കാനും എന്നെ സഹായിച്ചുകൊണ്ട് ഉടമ്പടിയുടെ ആത്യന്തിക ലക്ഷ്യം ദൈവത്തിന്റെ നിധിയും, ദൈവത്തിന്റെ രഹസ്യവും, ദൈവത്തിന്റെ അറിവും, ദൈവത്തിന്റെ ജ്ഞാനവും, ദൈവത്തിന്റെ ശക്തിയുമായ ക്രിസ്തുവിനെ അനുഭവിക്കുക, ആർജിക്കുക, ആവശ്യകമായി സ്വീകരിക്കുക എന്ന വലിയ ദൈവിക ദത്തത്തിലേക്ക്, ദൈവിക ദൗത്യത്തിലേക്ക് എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ.